ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് പയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പയർ മൂത്ത നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. പൊടിഞ്ഞു പോകരുത്, നമുക്കൊന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുത്തേ. ഇനി നമ്മൾ മുറത്തിലിട്ട് ഇത് പാറ്റി ഇതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞെടുക്കണം. പാറ്റിയെടുത്തേ. നമുക്കിനി ഈ പയറൊന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെക്കണം. പയർ കഴുകിയെടുത്തേ. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. അതിനായിട്ട് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. 4-5 കൊച്ചുള്ളി അരിഞ്ഞത് ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. വെളിച്ചെണ്ണ ഇപ്പം ചേർത്തത് കുക്കർ വിസിലടിക്കുമ്പോൾ വെള്ളം പുറത്തോട്ട് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയാ. 1/2 സ്പൂൺ ഉപ്പ്, വെള്ളം പാകത്തിന്. മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരണേ. പരിപ്പ് വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 സ്പൂൺ നല്ല ജീരകം, 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളി. ഇത് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. മൂന്ന് വിസിൽ വന്നേ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കുക്കറിൻ്റെ എയറൊക്കെ പോയേ നമുക്ക് തുറന്നു നോക്കാം. പരിപ്പ് നല്ല വെന്തിട്ടുണ്ട്. ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പ് ഇരിക്കും തോറും കുറുകുവേ. അപ്പോൾ ഈ വെള്ളം കറക്റ്റാണ്. ഇനി ഇരിക്കും തോറും നമ്മുടെ പരിപ്പം കുറുകും. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. പരിപ്പ് വേവിക്കാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാൻ. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പരിപ്പ് തിളച്ചേ. ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട, ഇത് മതി. ഇതാ പരുവം. ഇനി നമുക്ക് ഓഫാക്കാം. പരിപ്പ് കറി റെഡിയായേ. നമുക്കിതിലോട്ട് കടുക് താളിച്ച് ചേർക്കാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.